ജനാധിപത്യത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങൾ തന്നെയാണ്. ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്താണ് ഇന്ത്യയോടും ലോകത്തോടും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം ഇന്ന് മാതൃഭൂമിയുടെ തലക്കെട്ടിലുണ്ട്. ജന 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 ജയ ഹേ. ജനങ്ങൾ കേന്ദ്രസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു, അവർ ജനാധിപത്യം തിരിച്ചു പിടിക്കുന്നു, അവർ ഇന്ത്യക്ക് പുതിയൊരു ഭാവി തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ, അവരുടെ ആ യാഥാർത്ഥ്യബോധത്തോടെയുള്ള അവരുടെ പ്രതികരണങ്ങൾ, ആ കൃത്യമായിട്ട് ഇന്ത്യൻ ജനാധിപത്യം എങ്ങോട്ടാണ് പോകേണ്ടത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, ഒരിക്കലും ഒരു വിഭജനത്തിൻ്റെ വഴിയിലൂടെയല്ല, സംഘർഷങ്ങളുടെ വഴിയിലൂടെയല്ല, എല്ലാ ജനങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ പാതയിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതെന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു വിധിയെഴുത്താണ് ഇന്നലെ ഇന്ത്യ കണ്ടത്. ഈ സവിശേഷ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാവി എന്താണ്, ഈ ജനവിധിയുടെ പൊരുളെന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ന് നമ്മുടെ കൂടെ മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ് ഉണ്ട്. ഞാൻ കെ എ ജോണി. മനോജ്, നമ്മൾ ഇന്നലെ ഇതിൻ്റെ കുറേ അടരുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഈ പുതിയ ഭരണം എങ്ങനെയാണ് രൂപവൽക്കരിക്കപ്പെടാൻ പോകുന്നത്, അതിൽ പ്രധാനമന്ത്രി മോദിക്ക് എത്രമാത്രം ഒരു സേ ഉണ്ടാകും, അല്ലെങ്കിൽ ഘടകകക്ഷികൾ എങ്ങനെയൊക്കെയാണ് അവരുടെ ആശയാഭിലാഷങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായി പറയാനുള്ളത്, പ്രധാനമന്ത്രി മോദി ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പോകുന്ന വർഷങ്ങൾ, ഒരുപക്ഷെ മാസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാര്യം കഴിഞ്ഞ 10 വർഷം അല്ല, അതിന് മുമ്പ് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും താൻ പറയുന്നതാണ് നാട്ടിലെ പ്രമാണം എന്ന രീതിയിൽ ഭരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഇന്നലെ വൈകുന്നേരം തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഫലം വന്ന ഉടൻ തന്നെ ചന്ദ്രബാബു നായിഡുവിനെ ബന്ധപ്പെടുകയും പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പിന്തുണ പോലും ഉറപ്പിക്കാനാവാത്ത അത്ര ഇൻഹിബിഷനിൽ പെട്ടിരിക്കുന്ന ഒരു നേതാവിനെയാണ് ഇലക്ഷൻ്റെ ഫലം വന്ന് 3 മണിക്കൂറിൽ ഇന്ത്യ കണ്ടത്. തൻ്റെ സ്വന്തം സീറ്റിൽ പോലും ഭൂരിപക്ഷം കുറയുകയും മാത്രമല്ല, തൻ്റെ രണ്ടാമത്തെ വീട്, അല്ല എൻ്റെ ഹോമാണ് UP എന്ന് പറഞ്ഞെടുത്ത് പാർട്ടി അമ്പെ തറപറ്റി എന്ന് പറയണം. 30 സീറ്റോടെ കാര്യമില്ല. കാര്യം അവിടെ എത്രയോ വലിയൊരു നഷ്ടമാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അയോധ്യ എന്നൊരു അജണ്ട സെറ്റായി ആ അജണ്ട നടപ്പാക്കിയ ഫൈസാബാദിൽ BJP ദാരുണമായി പരാജയപ്പെടുന്നു. അപ്പോൾ മോഡിക്ക് ഉത്തരം പറയാൻ ഒത്തിരിയേറെയുണ്ട്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ ഒരു മാറ്റം ഇന്നലെ വൈകുന്നേരം പാർട്ടി ആസ്ഥാനത്ത് എത്തിയപ്പോൾ കണ്ടു. പതിവിന് വിപരീതമായി സബ്ഡ്യൂഡായ ഒരു നരേന്ദ്രമോദിയാണ് രാജ്യം കണ്ടത്. ശക്തി കുറഞ്ഞ വാക്കുകളെയാണ് രാജ്യം ശ്രവിച്ചത്. അത് തന്നെ ഒരു മാറ്റമാണ്. ഇനി വരുന്ന കാലത്ത് ഭരണത്തിലേറിയാൽ തന്നെ മോഡി 2 കൂറ്റന്മാരായ കോalition, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ അടിതട കഴിഞ്ഞ താപ്പാനകൾക്കിടയിൽപ്പെട്ട ഒരു അരിക്കൊമ്പന മാതിരിയായി പോകും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ചന്ദ്രബാബു നായിഡു ഓൾറെഡി ആവശ്യപ്പെട്ട് കഴിഞ്ഞു NDA കൺവീനർ സ്ഥാനം, ആഭ്യന്തര മന്ത്രി സ്ഥാനം ജനസേനയ്ക്കും തെലുങ്ക് ദേശം പാർട്ടിക്കും ഏതാണ്ടൊരു താക്കോൽ സ്ഥാനങ്ങൾ ഉറപ്പിക്കണം. ജോണി, ഇവിടെ സംഭവിക്കാൻ പോകുന്ന നിതീഷ് കുമാർ ഒരുപക്ഷെ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതിന് ഒരു പടി കടന്ന് ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സ്ഥാനം അദ്ദേഹത്തിന് സ്വയം വേണമെന്ന് ആവശ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 10 വർഷം ലോക്സഭ നിയന്ത്രിച്ച സ്പീക്കറെ കയ്യിലെ പാവ പോലെ കരുതിയ ഒരു പാർട്ടി ആ സ്പീക്കർ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ലോക്സഭാ നടത്തിപ്പിൽ പോലും മോദിയുടെ അജണ്ട നടപ്പാക്കാനാവാത്ത ഒരു പാർലമെൻറ്റാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയിൽ ഇവിടെ നമ്മൾ ശരിക്കും കൊത്തിയെടുത്തിരിക്കുന്ന ഒരു പാർലമെൻറ്റാണത്. അതെ, അല്ല, ജനാധിപത്യത്തിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് എത്ര കൂടുതൽ ജനവിധി കിട്ടുന്നു, അല്ലെങ്കിൽ എത്രമാത്രം കൂടുതൽ നിങ്ങൾക്ക് ജനങ്ങൾ അധികാരം തരുന്നുവോ അത്രമാത്രം നിങ്ങൾ വിനയാന്വിതരാകേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ ഒരു വലിയ മാൻഡേറ്റ് തരുമ്പോൾ അതിനെ ബഹുമാനിക്കേണ്ടത് ആ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് 1937 അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അന്ന് നെഹ്റു രണ്ടാമതും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നു. ആ സമയത്ത് മോഡേൺ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കൽക്കട്ടയിൽ നിന്നിറങ്ങുന്ന ഒരു മാസികയിൽ ചാണക്യ എന്ന പേരിൽ നെഹ്റു തന്നെ എഴുതി, അത് പിന്നീടാണ് വെളിപ്പെട്ടത് നെഹ്റു തന്നെയാണ് ആ ഒരു ലേഖനം എഴുതിയതെന്ന്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു എന്ത്, നമുക്ക് സീസർമാർ വേണ്ടെന്ന്, ഇന്ത്യൻ ജനാധിപത്യത്തിന് സീസർമാർ വേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് അന്ന് നെഹ്റു എഴുതി. കാരണം താൻ തന്നെ ചിലപ്പോൾ ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഏകാധിപതിയായിട്ട് മാറിയേക്കുമോ എന്നുള്ളൊരു പേടി
അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യവാദിയായിരുന്ന നെഹ്റുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയം ഒരു മുന്നറിയിപ്പ് നൽകുന്നു, നെഹ്റു നീ ശ്രദ്ധിക്കണം, നീ ഒരിക്കലും ഒരു ഏകാധിപതിയായിട്ട് പോകരുതെന്ന്. അത്തരം ചില മുന്നറിയിപ്പുകൾ സ്വയം സ്വീകരിക്കുന്നതിന്, സ്വയം ഉൾക്കൊള്ളുന്നതിന് മോദിക്കുണ്ടായ ഒരു പരാജയം, അല്ലെങ്കിൽ അത്തരം ചില മുന്നറിയിപ്പുകൾ പ്രധാനമന്ത്രി മോദിക്ക് കൊടുക്കുന്നതിന് BJPക്കും RSSനും ഉണ്ടായ ഒരു പരാജയം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ BJP മൂന്നാമതും തുടർച്ചയായിട്ട് അധികാരത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോഴും, പ്രധാനമന്ത്രി നെഹ്റു ഹാട്രിക് തികയ്ക്കുന്നു എന്ന് പറയുമ്പോഴും, ഈ തിരഞ്ഞെടുപ്പ് അടിസ്ഥാനപരമായിട്ട് BJPക്കും പ്രധാനമന്ത്രി മോദിക്കും എതിരെയുള്ള ഒരു ജനവിധി കൂടിയാകുന്നു എന്ന് നമ്മൾ കാണാതിരിക്കരുത്. കാരണം ജനങ്ങൾ എത്രമാത്രം പ്രതിസന്ധികൾ മറികടന്നിട്ടാണ് ഈ രീതിയിലുള്ളൊരു ജനവിധി നടത്തിയിരിക്കുന്നത് നമ്മൾ ഓർക്കണം. കാരണം BJPയുടെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ പണം. 6000 കോടി രൂപയോളമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കിട്ടിയത്. മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും BJPയുടെ കയ്യിലായിരുന്നു. ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും BJPക്കെതിരെ ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തരത്തിലും BJPക്ക് അനുകൂലമായ അവരുടെ ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ ആ സാഹചര്യം ഞാൻ പറയുന്നത് പറഞ്ഞാല് ശ്വാസം മുട്ടി നിന്ന രോഗിക്ക് ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചു കൊടുത്ത പോലെയാണ് ഈ വിധി ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതെ 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 ഞാൻ പറഞ്ഞു, നമ്മൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്, നമ്മളതിനെ മറക്കരുത് എന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ സംസാരിച്ചതുപോലെ ഇനി അങ്ങോട്ട് എന്തായാലും ഒരു ഏക പാർട്ടി ഭരണത്തിൽ വളരെ ബ്രൂട്ടലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് CAA പോലൊരു നിയമം ഇനി അവർക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞെങ്കിൽ പോലും CAA, ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അട്ടത്തെടുത്ത് വെക്കേണ്ടി വരും. അതിനെ ഏതാണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ NRC നടപ്പാക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനായിട്ട് BJPക്ക് എളുപ്പമാവില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു സമവായം എന്നുള്ള ഒരു രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് പറയണമെന്നാണ്, ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള അവരുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നത്. അത് നടത്തി ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് സർക്കാരിലേക്ക്, ഗവർണൻസിലേക്ക് മാറിയേക്കാം എന്ന് പോലും രാജ്യം കരുതിയിരുന്ന നിമിഷങ്ങളായിരുന്നു ഇലക്ഷന് തൊട്ട് മുമ്പ് കടന്നു പോയിരുന്നത്. ഇതിൽ BJPയും RSSും തിരുത്തേണ്ട ചില ഇടങ്ങളിൽ അവർ തിരുത്തിയില്ല എന്നാണ്. കാര്യം മോദിയുടെ തുടക്കം തൊട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഞാനുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട, ഐ ആം ദ തണ്ടർ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചില അമേരിക്കൻ സീരീസിൽ കാണുന്ന പോലെയുള്ള ഇത്. അപ്പം ജോണി, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്നലെ രാത്രിയിൽ കുറച്ച് കണക്ക് നോക്കിയാൽ തോന്നിയത്, 2014-ലും 2019-ലും BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത ആ ഒരു പുതിയ വോട്ടർ അവർ ഡിസപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞു. അതായത് ഇന്ന് ഒരു പക്ഷേ 28-30 വയസ്സിൽ എത്തി നിൽക്കുന്ന പുതിയ വോട്ടർ ഡിസപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞു. അവര് വൈകാരികമായി അല്ല പ്രതികരിച്ചത്, അവർ ബുദ്ധിപൂർവമായാണ് ഇലക്ഷനിൽ പ്രതികരിച്ചത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്ന തിരഞ്ഞെടുപ്പും അതിൻ്റെ കണക്കുകളും. അങ്ങനെ 14-ൽ ഒരു പക്ഷേ 18 വയസ്സുള്ള ഒരു യുവാവ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ, സ്ഥിരത എന്നുള്ള രീതിയിൽ, ഗുജറാത്തിൽ കാഴ്ചവെച്ച ഭരണപാഠവും എന്നുള്ള ക്ലെയിമുകളിൽ ഇംപ്രസ്ഡ് ആയ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. 5 വർഷം അദ്ദേഹം കാഴ്ചവെച്ച ഭരണം, തിരുത്തൽ രേഖകൾ അവർ സ്വീകരിക്കുന്നു. 19-ൽ വലിയൊരു ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ആ 18 വയസ്സുകാരൻ, 15 വയസ്സുകാരി ഇന്ന് 28 വയസ്സോ 30 വയസ്സോ എത്തുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് യാഥാർത്ഥ്യങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ അവർ വൈകാരികത മറന്നിരിക്കുന്നു എന്നതിൻ്റെ കൂടെ ഒരു ഉദാഹരണവും ഒരു സർട്ടിഫിക്കറ്റുമാണ്, ക്ലിയർ കട്ട് സർട്ടിഫിക്കറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അങ്ങനെ ഇതേ ഒരു പ്രതികരണം കേരളത്തിലെ ജനങ്ങളും ഇവിടെ ഇടത് സർക്കാരിന് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അത് നമ്മൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കേരളം എന്ന് പറഞ്ഞ ഒരു സവിശേഷ അതിലേക്ക് വരാം. ഏതാണ്ട് ഇതേ ഒരു വൈകാരികമായ, അതായത് ഇതേ 10 വർഷം ഇടയ്ക്ക് നമ്മളിവിടെ 10 തികഞ്ഞില്ലെങ്കിൽ പോലും 7 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അന്ന് വോട്ട് ചെയ്ത ആളുകളും ഏതാണ്ട് ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫാക്ടർ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും CPM-നും ആ സന്ദേശം അയച്ചു കഴിഞ്ഞു. ഒരു ടെലഗ്രാം എത്തിക്കഴിഞ്ഞു അവരുടെ മേശപ്പുറത്തും. അതെ ജോണി, ദേശീയ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോണി പറഞ്ഞു ഈ ഒരു സാറിസ് മെൻറ്റാലിറ്റി ഒരു നേതാവിനെ സൃഷ്ടിച്ചു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ഫെയിലിയർ ആയിരുന്നു. ഏറ്റവും ശക്തമായ ഒരു കോലീഷൻ സർക്കാരിനെ 10 വർഷം ഏറ്റവും നിശബ്ദനായ ഒരു പ്രധാനമന്ത്രി നയിക്കുകയും ആ പ്രധാനമന്ത്രിയുടെ സർക്കാരിന് കീഴിൽ ഏറ്റവും കൂടുതൽ റിഫോംസ് ഈ രാജ്യം നടപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം ഇത്തരത്തിലൊരു ഏകാധിപതി എന്ന സ്വഭാവമുള്ള ഒരാൾ വരണമെങ്കിൽ അവിടെ ആ കോയലേഷൻ സർക്കാരുകളിൽ അല്ലെ കോയലേഷൻ പാർട്ട്നേഴ്സ് ആയവരുടെ പരാജയം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സന്ദർഭം ഇന്ത്യയിൽ വരുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതെ, ഈ സഖ്യകക്ഷികൾക്ക് വാസ്തവത്തിൽ
അവര് ഇതിനെ ഒരു ചൂഷണത്തിനുള്ള ഉപാധിയായിട്ട് കാണരുത്, ഒരു അവസരമായിട്ട് കാണരുത്. 2004 ഞാൻ ഓർക്കുന്നുണ്ട്, പ്രഥമ UPA സർക്കാർ വരുമ്പോൾ അന്ന് ഞാൻ ചെന്നൈയിൽ മാതൃഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അന്ന് കലൈഞ്ചർ കരുണാനിധി, കാരണം ഈ പ്രഥമ UPA സർക്കാരിൻ്റെ അസ്ഥിവാരം തീർക്കുന്നത് പ്രധാനമായിട്ട് 2 സംസ്ഥാനങ്ങളാണ്. അന്ന് YSRന്റെ നേതൃത്വത്തിൽ, രാജശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. തമിഴ്നാട്ടിൽ ഏതാണ്ട് 2004 ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കുക. 2004 തമിഴകത്തെ 39 സീറ്റും DMK മുന്നണി പിടിച്ചു. ഇത്തവണ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ 39 പിടിച്ചതുപോലെ തന്നെ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കരുണാനിധി ഡൽഹിയിലേക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കരുണാനിധി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ DMK ആസ്ഥാനമായ അണ്ണാറിവാലയത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. ആ പത്രസമ്മേളനത്തിൻ്റെ അവസാനം ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല അദ്ദേഹം കരുണാനിധി അന്ന് ഒരു പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ മന്ത്രിസഭയിൽ ഇപ്പോൾ ചേരുന്നില്ല, ഞങ്ങൾ വി വിൽ വെയിറ്റ് ആൻഡ് സീ, എങ്ങനെയാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്, എന്നിട്ട് മാത്രമേ ഞങ്ങൾ മന്ത്രിസഭയിൽ ചേരുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഒരു തരത്തിൽ താങ്കളുടെ ഒരു ബാർഗെയിനിങ് സ്ട്രാറ്റജിയാണോ? താങ്കൾ കൂടുതൽ വിലപേശാൻ വേണ്ടി സർക്കാരിന് മേലിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് മേലിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്, ഞങ്ങളിപ്പോൾ ചേരുന്നില്ല. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ അറിയാവുന്നവരാരും ഇങ്ങനെ ചോദിക്കില്ല, കാരണം ഞാനിത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ടല്ല ഇത് കാണുന്നത്, ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും എന്നിട്ട് ചെയ്തു. പക്ഷേ കരുണാനിധി അക്ഷരാർത്ഥത്തിൽ ചെയ്തത് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. അതുകൊണ്ട് വളരെ കീ ആയിട്ടുള്ള ചില പോർട്ട്ഫോളിയോസ് അന്ന് ദയാനിധി മാരൻ എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് പോകുന്ന ഒരു MP-ക്ക് IT പോർട്ട്ഫോളിയോ കിട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള DMK-യിലെ പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള അതെ അതുപോലെ തന്നെ എ രാജ, നമ്മുടെ ആണ്ടിമുത്ത് രാജ. അപ്പോൾ വളരെ കീ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് DMK വാങ്ങുന്നു. ആ പോർട്ട്ഫോളിയോസ് ആണ് പിന്നീട് UPA സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ 2G സ്റ്റാമ്പ് വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികളായാലും അല്ലെങ്കിൽ സഖ്യകക്ഷികളായാലും ശരി, അവരുടെ ഉത്തരവാദിത്വം നിലനിർത്തേണ്ടതുണ്ട്, ഉത്തരവാദിത്വം ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഒരു ചൂഷണത്തിനുള്ള അവസരമായിട്ട് അവർ കാണരുത്. ഇപ്പോൾ തെലുങ്ക് ദേശമായാലും അതുപോലെ തന്നെ JDU ആയാലും അല്ലെങ്കിൽ മറ്റേ ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടി ആയാലും, കാരണം ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് ശിവസേനയ്ക്ക് 7 സീറ്റുകളുണ്ട്, 12 സീറ്റ് JDU-വിനുണ്ട്, 16 സീറ്റ് TDP-ക്കുണ്ട്. അപ്പോൾ ഈ 3 കക്ഷികളാണ് വാസ്തവത്തിൽ ഇപ്പോൾ NDA-യിൽ BJP-യെ നിയന്ത്രിക്കാൻ പോകുന്ന പാർട്ടികൾ എന്ന് പറയുന്നത്. പക്ഷെ അവരെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതുണ്ട്. ഞാനൊരു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ കൂടി താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കണം. ഒന്ന്, വളരെ സുപ്രധാനമായ 2 തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. 2026 ഡീലിമിറ്റേഷൻ വരാൻ പോവുകയാണ്. ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ പുനർനിർണയം വരാൻ പോകുന്നു. അതുപോലെ തന്നെയാണ് 16ാം ഫിനാൻസ് കമ്മീഷൻ, 16th ഫിനാൻസ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് അടുത്ത വർഷം സബ്മിറ്റ് ചെയ്യാനിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ പുതിയ ഒരു ഒരു കോയലീഷൻ ഗവൺമെൻറ് എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കുക? ഏറ്റവും ആദ്യം പറയേണ്ട, കേരളം അനുഭവിച്ച ഒരു ദുർഘടഘട്ടമുണ്ട്. അതായത് നമ്മൾക്ക് അവകാശപ്പെട്ട പൈസയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ വാതിൽക്കൽ പോയി കേസ് നടത്തി, ലക്ഷക്കണക്കിന് രൂപയുടെ കേസ് നടത്തി അനുകൂലമായൊരു വിധി അല്ലെങ്കിൽ അനുകമ്പാപൂർവമായൊരു വിധി സമ്പാദിക്കുന്ന ഗതികേട് ഒരു സംസ്ഥാനത്തിനുണ്ടായി. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ കരുതണം. കാര്യം കേന്ദ്രത്തിൽ നിന്ന് സർക്കാരുകൾക്ക് പോകേണ്ട പങ്കവിഹിതം അത് സംസ്ഥാനങ്ങളുടെ അവകാശമായി തന്നെ കണ്ടുകൊണ്ട് ആ അവകാശങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഇത് തീർച്ചയായിട്ടും വരും. ഒരു വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് അവർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാൻ പറ്റില്ല. രണ്ടാമത്തെ ഡീലിമിറ്റേഷൻ സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ഒരു പക്ഷേ വളരെ വീക്കൻ ചെയ്തേനെ. കാര്യം അവർക്ക് ഇഷ്ടമുള്ളൊരു വോട്ട് ബാങ്ക് രീതിയിൽ ആ മണ്ഡലങ്ങളുടെ രൂപകൽപ്പന മാറ്റുന്നത് വഴി അതായത് ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രതിനിധികളെ കിട്ടും. എന്നാൽ ജനസംഖ്യയെ നിയന്ത്രിച്ച്, അതായത് ഏറ്റവും നന്നായിട്ട് മുന്നേറിയ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് ആ ഒരു ഇപ്പം തന്നെ UP ഒരു വലിയ ചങ്കോ ബോഡി, UP ഒരു കറക്റ്റീവ് ഫോഴ്സായി തിരിച്ചു വന്നു. ബുദ്ധിപൂർവ്വം ജനം വോട്ട് ചെയ്തതിൻ്റെ ഗുണം നമ്മൾ കണ്ടു. എങ്കിൽ പോലും അവിടെ ഒരു അപകടമുണ്ട്. ഇത്രയും ഇപ്പം 100 സീറ്റിലേക്ക് UP പോകുന്ന അവസരം വരും, ആ ഒരു അവസ്ഥ വരും ഇവരുടെ മനസ്സിലിരിക്കുന്ന ഡീലിമിറ്റേഷൻ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ. അല്ല, അതിനകത്ത് ഞാനൊരു സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അമിത്ഷാ പറഞ്ഞത് ഞങ്ങൾ ഡീലിമിറ്റേഷൻ നടപ്പാക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇനി ഡീലിമിറ്റേഷൻ നടപ്പാക്കാൻ പറ്റില്ല. അവർക്ക് പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന 2 ഘടകകക്ഷികളും
ബീഹാർ അധികം വിദൂരത്തിലല്ലോ, ദക്ഷിണേന്ത്യയിൽ നിന്ന് അത്ര ദൂരമൊന്നുമല്ല ബീഹാർ. ഏതാണ്ട് നമ്മുടെ ഒരു ത്രെഡിൽ വരുന്ന ഒരു ആക്സസിൽ വരുന്ന ഒരു സംസ്ഥാനം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ TDPക്കായാലും അവരുടെ ഒരു ബാർഗൈൻ പവർ നഷ്ടപ്പെടുത്താനോ, കുമാരസ്വാമിയുടെ പാർട്ടിയോടല്ലോ, ദേവഗൌഡയുടെ പാർട്ടിയുണ്ടോ, കുമാരസ്വാമി മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തെ ശക്തരായ DMKക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫ് കോഴ്സ് ഉള്ള തൃണമൂല് ഇതേ തിങ്കിങ് ആണ് ഇന്ന് NDA സപ്പോർട്ട് ചെയ്യുന്ന TDPക്കും ജനതാദളിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഐക്യപ്പെടൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഐഡിയോളജി ബേസ്ഡ് അജണ്ട നടപ്പാക്കാൻ സാധിക്കില്ല. കാരണം ഏതാണ്ട് അതേ മെൻറ്റാലിറ്റിയാണ് പല കാര്യങ്ങളും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ NDA അലയൻസിനൊപ്പം നിൽക്കുമ്പോഴും ഒരു ലാർജർ ക്യാൻവാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ഫ്രീക്വൻസി ഈ പറഞ്ഞ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള, ഇപ്പം നിതീഷ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു ഒത്തിരിയേറെ ഒരു കോമൺ ഫ്രീക്വൻസിയിൽ ഇവർ രണ്ടു കൂട്ടരും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിലായാലും ഡീലിമിറ്റേഷന്റെ കാര്യത്തിലായാലും അഴിച്ചുവിട്ട പോലെ അവർക്ക് ഏകപക്ഷീയമായിട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ നടപ്പാക്കുന്നു, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല, അങ്ങനെയുള്ളൊരു സംഗതികൾ മാറുന്നു. ചോദ്യം ചെയ്യാൻ ആളുണ്ട്, ശക്തമായ ഒരു പ്രതിപക്ഷം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് കൂടി സേയുള്ള, അവർക്ക് കൂടി ഒരു പങ്കാളിത്തമുള്ള, ഒരു ശരിക്കും ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള പുതിയൊരു സർക്കാർ വരുന്നു. ആ സർക്കാരിന് എന്തൊക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാലും BJPയുടെ മാത്രം അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു സർക്കാരായിരിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, പാർലമെന്റിൽ ചർച്ചകൾ വരും. പാർലമെന്റിലെ ബില്ലുകളുടെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നും അല്ലെങ്കിൽ നിയമ സംവിധാനം മാറ്റുന്നത് എന്നും പോലും നമ്മൾ ഒരു കറുത്ത മറക്കിപ്പുറം നിൽക്കുകയാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു സ്പീക്കർ സ്ഥാനം, സ്പീക്കറാണ് പാർലമെന്റിന്റെ കസ്റ്റോഡിയൻ. ഇന്നിപ്പോൾ മീഡിയയ്ക്ക് പാർലമെന്റിൽ എൻട്രി ഇല്ല. കോവിഡ് കാലത്ത് മീഡിയയ്ക്ക് ഉണ്ടായ റെസ്ട്രിക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പത്രത്തിന് ഒരു പാസ് എന്നുള്ള രീതിയിലാണ്. അപ്പം പാർലമെന്റിന്റെ ട്രാൻസ്പെറൻസി മടങ്ങി വരണം. അത്തരം കാര്യങ്ങൾ പാർലമെന്റ് ശരിക്കും ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ചർച്ചാ വേദിയാകണം. CAA കാര്യത്തിൽ ചർച്ചയുണ്ടായില്ല. ഈ കാർഷിക ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ എത്ര സുപ്രധാനമായ ബില്ലുകളാണ്. ഈ സുപ്രധാനമായ ബില്ലുകളൊക്കെ തന്നെ ചർച്ച ചെയ്യാതെ വെറുതെ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതെല്ലാം മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഉത്തരവാദിത്വം നമ്മൾ പ്രതിപാദിച്ചു. അവരാദ്യം എൻഷുർ ചെയ്യേണ്ടത് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയ ശുദ്ധീകരിക്കപ്പെടണം. തങ്ങളുടെ താക്കോൽ സ്ഥാനമോ തങ്ങളുടെ അവകാശങ്ങൾക്കോ അപ്പുറത്തായിട്ട് പാർലമെന്ററി ഡെമോക്രസിയുടെ ഇന്ന് ഒരു കെട്ടിക്കിടക്കുന്ന ഓട പോലെ നിൽക്കുന്ന പ്രക്രിയകൾ തുറന്നുവിട്ട് ശുദ്ധജലം നിറയ്ക്കുന്ന പ്രക്രിയയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടതെന്ന് എൻ്റെ ഒരു സോഷ്യൽ ഒബ്സർവർ എന്നുള്ള രീതിയിൽ എൻ്റെ പോയിന്റ്. ആദ്യം അതാണ് നടക്കേണ്ടത്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ പറ്റി ഇപ്പോൾ പറയാതെ ഈ പ്രക്രിയ ശുദ്ധീകരിക്കുക, ജനങ്ങൾക്കായി പാർലമെന്റ് തുറന്നു കൊടുക്കുക. ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങളെ അവിടെ കയറ്റുക എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ചർച്ചകൾ, ഒരാൾക്കൊരു ആക്ഷൻ എടുത്താൽ എന്തിനാന്നുള്ളത് ചോദ്യങ്ങൾ നമ്മളും കൂടെ കേൾക്കേണ്ടവരാണ്. നമ്മൾ അങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത്. തീർച്ചയായിട്ടും. അപ്പൊ അവിടെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എനിക്കൊരു പോയിന്റ്. അല്ലെ, ഒരു ഫെഡറൽ സ്ട്രക്ചറിലേക്ക്, അതായത് ഫെഡറലിസത്തിന്റെ അന്തസത്ത തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച കൂടി ഇപ്പോൾ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതിനകത്ത് അതായത് ഈ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രവും ഒന്നിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിരുന്നത്. അന്നത്തെ സവിശേഷ സാഹചര്യത്തിൽ ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ വേണമെന്നവർക്കുണ്ടായിരുന്നു. കാരണം വിഭജനത്തിൻ്റെ ആഘാതങ്ങൾ പല നാട്ടുരാജ്യങ്ങളായിട്ട് ചിതറിക്കിടക്കുമ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്, ആ അവസ്ഥയിൽ സുശക്തമായൊരു കേന്ദ്രം വേണമെന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നു. പക്ഷേ അവരൊരിക്കലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആധിപത്യത്തിൽ ഞെരിഞ്ഞമരുന്ന സംസ്ഥാനങ്ങളെയല്ല വിഭാവനം ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു വലിയ ഒരു പ്രകടമായ ഒരു രൂപമാണ് കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ കണ്ടത്. രാജ്ഭവനുകൾ, ഞാൻ അതിലേക്ക് വരികയാണ്. രാജ്ഭവനുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള, സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനും സംസ്ഥാനങ്ങളെ ചൊൽപ്പടിയിൽ നിർത്താനുമുള്ള കേന്ദ്രങ്ങളായിട്ട് രാജ്ഭവനുകൾ മാറുന്നൊരവസ്ഥയുണ്ടായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ രവി ആയാലും, ഇപ്പോൾ ബംഗാളിൽ ആനന്ദ് ബോസ് ആയാലും ശരി. നമുക്കറിയാം ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ, അദ്ദേഹം ബംഗാളിൽ മമതയ്ക്ക് സൃഷ്ടിച്ച തലവേദനകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ രാജ്ഭവനുകളുടെ സംഘർഷങ്ങളുടെ ഒരു വിളനിലങ്ങളായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അത് മാറാൻ പോവുകയല്ലേ? മാറേണ്ടതാണ്, അത് മാറണം.
കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗവർണർ ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പോലും ജനം കരുതിയിരുന്ന രീതിയിലേക്കാണ് അവരുടെ പ്രതികരണങ്ങളുണ്ടായത്. മാത്രമല്ല ഗവർണർ വഴിയിലിറങ്ങി സമരം ചെയ്യുന്ന കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇത്തരം ഒപ്റ്റിക്സ് ആർക്ക് വേണ്ടി ചെയ്തതാണ് എന്നുണ്ട്. ഈ ഒപ്റ്റിക്സ് മുഴുവൻ ഒരു ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എന്ന് വെച്ചാൽ നോർമലി നമ്മളിവിടെ എത്രയോ പ്രഗത്ഭരായ ഗവർണർമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ജ്യോതി വെങ്കടാചലം പോലെ, എത്ര ഷീലാ ദീക്ഷിത് ഇവിടെ വന്നു, എത്രയോ പ്രഗത്ഭരായ ഗവർണർമാർ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ ആർ എൻ രവി തമിഴ്നാട് അസംബ്ലിയിൽ വന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ പോവുക. അപ്പം ഇതൊക്കെ ഒരു ജനാധിപത്യത്തിനുള്ള കൊഞ്ഞനം കുത്തലാണ്. വേറെ ഫോർ വാണ്ട് ഓഫ് എ ബെറ്റർ എക്സ്പ്രഷൻ ഒരു കൊഞ്ഞനം കുത്തലാണ്. തമ്പിങ് ദ നോസ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള അറഗൻസിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും. മലയാളിയായ ആനന്ദ് ബോസ് സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം എത്ര സോബർ ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞ മലയാളിക്ക് പരിചിതമായ ആ മുഖമല്ല അദ്ദേഹം ബംഗാളിൽ കാഴ്ചവെക്കുന്നത്. റയറ്റ് ഹിറ്റ് മേഖലകളിൽ അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളിൽ പോലും തൊപ്പിയും കാര്യങ്ങളും മാറുന്നു. അപ്പോൾ ഇത്തരം ഒപ്റ്റിക്സ് വഴി രാജ്ഭവനുകളെ ഒരു സംസ്ഥാനത്തിൻ്റെ പേടിപ്പിക്കുന്ന ഒരു യന്ത്രമായിട്ട് മാറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഇല്ലെന്ന് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് മാറ്റം ഡെഫിനറ്റ്ലി വരും. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഗവർണർമാരായി വീണ്ടും ഡിമാൻഡുകൾ, അത് ഈ ഘടകകക്ഷികളുടെ അനദർ ഒരു ഡിമാൻഡ്, ഒരു ബാർഗൈനിങ് ചിപ്പായി രാജ്ഭവനുകൾ മാറരുത്. അതായത് രാജ്ഭവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇവർക്ക് ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ തെലുങ്ക് ദേശത്തിന് സ്ഥാനം കൊടുക്കാനാവാത്ത രണ്ടുപേരെ ഒക്കെ ഞങ്ങൾ ഗവർണർമാരാക്കാം, അല്ല ജനതാദളിനാക്കാം എന്ന രീതിയിൽ അവരും രാജ്ഭവനെ കാണരുത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും രാജ്ഭവനുകളുടെ വില ഇടിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് തന്നെയായിരിക്കും ഇവരുടെ ആ രീതിയും പോവുക. തീർച്ചയായും അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. അല്ല, BJP-യിൽ നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു സംഗതിയുണ്ട്. അതായത് ഇപ്പോൾ അമിത് ഷായുടെ കയ്യിൽ നിന്ന് അമിത് ഷാ ഈ ക്യാബിനറ്റിൽ, പുതിയ ക്യാബിനറ്റിൽ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പദം ഒരു ഘടകകക്ഷിക്ക് വേണം എന്നൊരാവശ്യം ഉയർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്? അമിത് ഷാ എന്ന് പറഞ്ഞ ഒരു വലിയ അധികാര കേന്ദ്രമായിരുന്നു. ഹി വാസ് ദ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ഇന്ത്യ, അല്ലേ? ആ ഒരു അധികാര കേന്ദ്രം ഇല്ലാതാകുമ്പോൾ അത് BJP-യെയും അതുപോലെ തന്നെ നമുക്കറിയാം ഈ അന്വേഷണ ഏജൻസികളെയും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പിന്നാലെ വിടുന്നതിൽ അമിത് ഷായ്ക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് പ്രതിപക്ഷത്തെ ദുർബലമാക്കേണ്ടത്, അവരുടെ ഏതൊക്കെ മർമ്മങ്ങളിൽ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അധികാര കേന്ദ്രമായിരുന്നു അമിത് ഷായുടെ കീഴിൽ ആഭ്യന്തര മന്ത്രാലയം എന്ന് പറയുന്നത്. അപ്പോൾ അമിത് ഷാ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് BJP-യും RSS-ഉം അതിന് സമ്മതിക്കും തോന്നുന്നില്ല. അമിത് ഷായെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസ് ഫോർമുല ഉരുത്തിരിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അത് മോഡിക്ക് വളരെ കോസ്റ്റ്ലി ആകും. പ്രത്യേകിച്ച് ഗുജറാത്തിൽ BJP-ക്ക് ഇന്നുള്ള ബേസിൽ അമിത്ഷായുടെ ഭൂരിപക്ഷം ഓർക്കണം, 7 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അമിത്ഷയ്ക്കുള്ളത്. അപ്പോൾ ആ ഭൂരിപക്ഷം കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് അമിത്ഷായുടെ മറ്റാളുകൾക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം കൊണ്ട് മാത്രം അദ്ദേഹത്തെ ഒരു ക്യാബിനറ്റിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര എളുപ്പത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോന്നോരോന്നായിട്ട് ഈ ബാർഗൈനിങ്ങിൽ ഇവരെങ്ങനെ അതിനോട് പൊരുത്തപ്പെടും, ഇവർ ശീലമില്ലാത്തൊരു കാര്യത്തിലേക്കാണ് അതെനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഒഴിവാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഫിനാൻസ് മിനിസ്ട്രി പോയാലും ഈ പറഞ്ഞ ക്ഷീണം BJP-ക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഫിനാൻസ് മിനിസ്ട്രിയാണ്. ചന്ദ്രബാബു നായിഡു വളരെ എഫിഷ്യൻ്റ് ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു ഭരണത്തെ ഒരു പ്രാക്ടിക്കലായി എല്ലാ അറിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഫിനാൻസ് മിനിസ്ട്രി പോലെ ഒരു കീ പൊസിഷൻ അദ്ദേഹം വാങ്ങിയാൽ, ഡിഫൻസ് പോലെ ഒരു കീ പൊസിഷൻ വാങ്ങിയാൽ, ഇപ്പം അമിത് ഷാ ആണ് പറയുന്നത് POK ഞങ്ങൾ പോയി പിടിച്ചെടുക്കും, അപ്പോൾ POK നമ്മളിലേക്ക് വരും, രാജ്നാഥ് സിംഗ് വരും. അപ്പോൾ അവിടെയൊക്കെ ഒരു ഭാഷയാണ്, ഇവരുടെ എല്ലാം ഒരു ഭാഷയാണ്. അപ്പോൾ ഇനി ഈ ഭാഷ പറയുന്നില്ലാത്ത അല്ലെ അത്രയും ഒരു പവർ പ്രൊജക്ഷൻ വിശ്വസിക്കാത്ത ഒരാളാണ് വരുന്നെങ്കിൽ ജോണി അതിനോടൊപ്പം ചേർത്ത് പറയണം, എൻ്റെ ഒരു ഊഹത്തിൽ അയൽപ്പക്കവുമായ നമ്മുടെ ബന്ധവും കൂടുതൽ നന്നാവാനാണ് സാധ്യത. സത്യത്തിൽ ഇന്ന് ഇന്ത്യ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ BJP ഭരണത്തിന് കീഴിൽ ഇന്ത്യ നമ്മൾ ഏഷ്യൻ സൂപ്പർ പവർ എന്നൊക്കെ സ്വയം വാഴ്ത്തുമ്പോഴും നമ്മുടെ ചുറ്റിനുമുള്ള സാർക്ക് എന്ന പോലെ വലിയ വിഭാവനം ചെയ്ത ആ ചെറു രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ന് ഇന്ത്യ ഇല്ല. മാൽദീവ്സിനെ പോലെ ഒരു രാജ്യം ഇന്ത്യൻ മിലിറ്ററി വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നു. ശ്രീലങ്ക ഇന്ത്യയുടെ സഹായം വേണ്ട എന്ന് പറയുന്നു. നേപ്പാൾ പോലും ഇന്ത്യയെ ബഹിഷ്കരിക്കുന്നു. ബംഗ്ലാദേശ് മാത്രമാണ് എന്തെങ്കിലും ഒരു ടൈപ്പ് ഇന്ത്യയുമായി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ടോട്ടലി ഏലിയനേറ്റഡ് ആയിരിക്കും. അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ആ ഉപഭൂഖണ്ഡത്തിൻ്റെ പഴയ ഒരു ഘടന, കൂടുതൽ സുസ്ഥിരമായൊരു ഘടന, ധാരാളം ഇക്കണോമിക് ഇൻട്രാക്ഷൻസ് വേണ്ട ഒരു സമയമാണ്. ഇപ്പം ഷിപ്പിംഗ് മേഖലയിലാണ് തന്നെ ശ്രീലങ്കയും ഇന്ത്യയും കൂടെ ചേർന്ന് നിന്നാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഷിപ്പിംഗ് ഹബ്ബായി
സൗത്ത് ഇന്ത്യ മാറാവുന്നതാണ്. ഇതൊക്കെ വളരെ വിദൂരമായ ഒരു പോസിബിലിറ്റി പറയുമെങ്കിൽ പോലും ഘടകകക്ഷികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ തീർച്ചയായും റിയൽ സൂപ്പർ പവർ ഇന്ത്യയായി മാറും. തീർച്ചയായിട്ടും. അപ്പോൾ ചെറിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒന്ന് ജനാധിപത്യ ശുദ്ധീകരണം, രണ്ട് കറപ്ഷൻ ഇല്ലാത്ത ഒരു ഗവർണൻസ് സിസ്റ്റം ഉണ്ടാക്കുകയും, മൂന്ന് ഒരു ലാർജർ ഗോള് കാണണം, ഒരു ലോങ് ഡിസ്റ്റൻസ് ഗോള് കാണണം. അതാണ് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഇതിൽ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കോൺഗ്രസ് നേതൃത്വം ഒരു പാഠം പഠിക്കണം. അവർക്ക് സീറ്റുകൾ 100-നടുത്ത് എത്തിയെന്നുകൊണ്ട് കാര്യമില്ല. ദക്ഷിണേന്ത്യൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരിക്കലും വേണ്ട പരിഗണന കോൺഗ്രസ് കൊടുത്തിരുന്നില്ല. ആ ഒരു വേക്കപ്പ് കോൾ കൂടെ കോൺഗ്രസ് നേതൃത്വം കേൾക്കേണ്ടതുണ്ട്. അതിലപ്പോൾ ഞാൻ ഈ ദക്ഷിണേന്ത്യൻ കോൺഗ്രസ് പ്രാതിനിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിലവിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? രാഹുൽ ഗാന്ധി പിൻവാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും KC വേണുഗോപാലാണ് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉണ്ട്. പിന്നെ കാരണം വേറൊരു സീനിയർ ലീഡർ കോൺഗ്രസിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ ഉള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഓൾറെഡി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കൊടിക്കുന്നിൽ പാർലമെന്ററി അഫയേഴ്സിൽ ഒരുപക്ഷെ KCയേക്കാൾ പ്രാഗൽഭ്യം കൊടിക്കുന്നിലുണ്ട്. കൊടിക്കുന്നിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തില് 8ാമത്തെ തവണയാണ് അദ്ദേഹം ജയിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു റെക്കോർഡാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ സാർ 7 പ്രാവശ്യം ജയിച്ചു. അങ്ങനെ അതുപോലെ തന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് അദ്ദേഹം 10 പ്രാവശ്യത്തോളം ജയിച്ചു. അല്ലല്ല, ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഏതാണ്ട് 70 മുതൽ എനിക്ക് തോന്നുന്നത് 7 തവണ തന്നെയാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അതിനെയും കൊടിക്കുന്നിൽ മറികടന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. 8 പ്രാവശ്യം കൊടിക്കുന്നിൽ 10 പ്രാവശ്യം മത്സരിച്ചു, 8 പ്രാവശ്യം ജയിച്ചു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെന്റിലെ ചില ദൃശ്യങ്ങൾ മനസ്സിലൂടെ ഓടിച്ചാൽ അറിയാം. രാഹുൽ ഗാന്ധിയുടെ തൊട്ട് പിന്നിലിരുന്ന തന്ത്രങ്ങൾ ഓതി കൊടുത്തുകൊണ്ടിരുന്ന കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ബെഞ്ചിന്റെ തൊട്ട് പിന്നിലിരുന്നിട്ട് എത്തി വലിഞ്ഞ കൊടിക്കുന്നിൽ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നതും അതനുസരിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നതും കണ്ട ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ ചൂണ്ടിന്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ കൊടിക്കുന്നിലിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കൊടിക്കുന്നിൽ സുരേഷ് 2 പേരുകൾ അല്ലെ, കൊടിക്കുന്നിൽ സുരേഷിനാണ് കൂടുതൽ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നുകൂടാകില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കഴിഞ്ഞ 10 കൊല്ലവും BJP തയ്യാറായിരുന്നില്ല. വാസ്തവത്തിൽ അത് ജനാധിപത്യത്തോടുള്ള വലിയൊരു കൊഞ്ഞനകുത്തലായിരുന്നു. അത് മാറിയിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചിലപ്പോൾ പ്രതിപക്ഷത്തിന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് അത് അതിനൊരു സാധ്യതയുണ്ട് കൊടിക്കുന്നിൽ വരാനായിട്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ കക്ഷികൾ രാഹുൽ ഗാന്ധിയേതാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ. രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും. കാരണം ഇത്തരം ഘട്ടങ്ങളിൽ ചരിത്രം ആവശ്യപ്പെടുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം, അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത്. അതെ, പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു വലിയ ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട്. ആ ഒരു ആരോപണത്തിന്റെ മുനയൊടിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഈ വിജയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെട്ട വിജയമാണ്. അതിന്റെ അമരത്ത് നിന്നുകൊണ്ട് ഈ വിജയത്തിലേക്ക് നയിച്ചത് ഓഫ് കോഴ്സ് ഖാർഗെ അവിടെ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. എല്ലായിടത്തും ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പാൻ ഇന്ത്യൻ ഇമേജ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. അപ്പോൾ ആ രാഹുൽ ഗാന്ധി ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെയാവും ചിലപ്പോൾ പ്രതിപക്ഷ കൊടിക്കുന്നിൽ സുരേഷ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷം അവകാശപ്പെടണം. അത്തരം സ്ഥാനങ്ങൾ പ്രതിപക്ഷം അവകാശപ്പെടണം. കാരണം അല്ലെങ്കിൽ ഈ പാർലമെന്റ് നടക്കരുതെന്നുള്ള രീതിയിൽ എങ്കിലേ നമ്മൾ ആദ്യം പറഞ്ഞ പ്രക്രിയ നടക്കുള്ളൂ. രാഹുൽ ഗാന്ധി പിൻവാങ്ങുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായും KC വേണുഗോപാലായിരിക്കും ആ സ്ഥാനത്ത് വരിക. അതായത് കൊടിക്കുന്നിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് പോവുകയാണ്. ഇത് വളരെ ഏർലിയാണ്. നമ്മൾ ലിറ്ററലി കൗണ്ടിങ് ദ എഗ്സ് ബിഫോർ ഇറ്റ് ഹാച്ചസ് എന്ന് പറയുന്ന ചിക്സ് ബിഫോർ ദ എഗ് ഹാച്ചസ് എന്ന് പറയുന്ന പോലെയാണെങ്കിൽ പോലും നമ്മൾ ഒരു പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളൊക്കെ വളർന്നു വന്ന കാലത്ത് കണ്ട് ശീലിച്ച ഒരു ജനാധിപത്യ പ്രക്രിയകളുണ്ട്. അതിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ചില നമ്മുടെ മോഹങ്ങളായിരിക്കാം. ഫസ്റ്റ് ടൈം വോട്ട് നമ്മൾ കണ്ട മോഹങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു തീർക്കുന്നത്. ഏതായാലും എനിക്കൊന്ന് ആദ്യ ഭാഗത്ത് അതിന്റെ ഒരു കാര്യം കൂടി, അതായത് ഇതിന്റെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് കൂടി ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ഗ്ലോബൽ ലെവലിൽ ഇന്ത്യൻ ഡെമോക്രസി ചോദ്യം ചെയ്യപ്പെട്ട വർഷങ്ങളാണ് കടന്നുപോയത്. നമുക്കറിയാം ഇലക്റ്റഡ് ഓട്ടോക്രസി എന്ന് വരെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പലതും ഇന്ത്യയെ വിശേഷിപ്പിക്കുകയുണ്ടായി.
ബൈഡനോടൊക്കെ വാസ്തവത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നു. നിങ്ങൾ എങ്ങനെയാണ് ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് വീണ്ടും ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ സുന്ദരവും സുരൗഭലവുമായ ഒരു തുറസ്സിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ ലെവലിൽ, അതായത് ചൈനയ്ക്കെതിരെ, ചൈനയെ പോലെ ഒരു വൺ പാർട്ടി വൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു അതോറിറ്റേറിയൻ റെഷീമിനെതിരെ ഒരു ഗ്ലോബൽ ലെവലിൽ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു പരിവേഷമുണ്ട്. ആ പരിവേഷത്തിലേക്ക് ഇന്ത്യ തിരിച്ചു വരുമ്പോൾ അത് ആഗോള തലത്തിൽ കൂടി, അതായത് ജനാധിപത്യ ശക്തികൾ മൊത്തത്തിൽ അതിന് വരവേൽക്കുന്ന ഒരു കാഴ്ച കൂടി കാണും. തീർച്ചയായിട്ടും വരും. പക്ഷേ അതിന് മുമ്പായിട്ട് ഇവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, മാധ്യമ സ്വാതന്ത്ര്യം. നമ്മുടെ മീഡിയ ഫ്രീഡം ഏറ്റവും മോശം ഒരു ഇൻഡെക്സ്, പല ഇൻഡെക്സസിലും ഇന്ത്യ താഴെ പോയിട്ടുണ്ട്. വേൾഡ് റാങ്കിങ്ങിൽ ഇന്ത്യ താഴെ പോയിട്ടുണ്ട്. നമ്മൾ വളരെ നാണക്കേടായി നിന്നും നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട്. നാണക്കേട് ഞാൻ ഉദ്ദേശിച്ച് വെച്ചാൽ അവരെ ഭീതിയിലും ടോർച്ചർ ചെയ്തും മരണത്തിലേക്ക് തള്ളിയിടുക. ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെ, ഡ്രാക്കോണിയൻ ലോസ് പോലുള്ള പ്രൊഫസർ സായിബാബ, എത്രയോ നാളെ സിദ്ദിഖാപ്പൻ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞാൽ അപ്പം അത്തരം കാര്യങ്ങൾ ലോകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡിയുടെ കീഴിൽ ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നുള്ള ആ ഒരു സഫോക്കേഷനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞ ബൈഡനോട് പോലും ഉള്ള ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യം, ജുഡീഷ്യൽ സ്വാതന്ത്ര്യം, ഇത് രണ്ടും ഉറപ്പുവരുത്തേണ്ടത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ MP-യുടെയും ഉത്തരവാദിത്വമാണ്. ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ മോഡി ഒരു അനിശ്ചിത നേതാവാണെന്നും ബൈഡനേക്കാൾ മുകളിലാണെന്നുള്ള ഇവരുടെ ഒരു പ്രൊജക്ഷനുണ്ട്. അവിടെയും കുറച്ചുകൂടി റിയാലിറ്റി ചെക്കിന് അവർ തയ്യാറാവും. സത്യത്തിൽ നമുക്ക് ഈ ഇദ്ദേഹത്തിന് പവർ പ്രൊജക്ഷൻ മൂലം കുറച്ച് കോസ്മെറ്റിക് കാര്യങ്ങളല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ പോയി. എക്സിറ്റ് പോൾ വന്ന ദിവസം 8 ലക്ഷം കോടിയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ ഫലം വന്ന നിമിഷം 45 ലക്ഷം കോടിയുടെ വിഡ്രോവൽ ഉണ്ടായി. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ കൂപ്പുകുത്തി. അപ്പം അവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റും, ഇത്രയും വലിയൊരു കൺസ്യൂമർ മാർക്കറ്റാണ്. ഈ കൺസ്യൂമർ മാർക്കറ്റിലുള്ള കൺസ്യൂമർ ഇൻട്രസ്റ്റിനപ്പുറം ലോകത്ത് ഇന്ത്യയിൽ ഒരു ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പല കാർഷിക ഉൽപ്പന്നങ്ങൾ ഐഫോൺ എക്സ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ നിന്ന്. അവർക്ക് ഏറ്റവും ചീപ്പ് ലേബറും ഒരു അത്യാവശ്യം ഒരു 5 വർഷം നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു രാജ്യമായി ഇന്ത്യ അവർ കാണുന്നു. ഇത് നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരവായി കാണാൻ സാധിക്കില്ല. അത്തരത്തിലൊരു വലിയൊരു പെട്രോളിയം ജയന്റോ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുമ്പിലും ഈ ഒരു പവർ പ്രൊജക്ഷൻ ഇന്ത്യക്ക് നേരിടുന്ന ഒരു ക്ഷീണം തന്നെ. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം. അതായത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ഏലിയനേഷൻ എന്തായാലും അതിനെ ഇല്ലാതാക്കുന്ന ഒരു നടപടികൾ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ പുതിയ പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ പഴയ ഹോം സെക്രട്ടറി GK പിള്ള പറഞ്ഞൊരു കാര്യം ആലോചിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കശ്മീരിൽ ഏകദേശം 1000-ഓ 2000-ഓ തീവ്രവാദികൾ മാത്രമേ ഉള്ളൂ. അവരെ നേരിടുന്നതിന് 2 ലക്ഷത്തോളം പട്ടാളത്തെ ഇറക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഒരു 14% വരുന്ന ഒരു ജനസമൂഹത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരെ മറ്റൊരു വഴിയുമില്ലാതെ തിരിച്ചടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു 1000-2000 പേര് തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തും. ഒരു ഇസ്രായേൽ പലസ്തീനിയൻ സംഘർഷം പോലെ ഇന്ത്യയിലും ഉണ്ടായേക്കാം എന്നുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. ആ അസ്ഥിരത ഇല്ലാതാക്കാനായിട്ട്, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ കൂടി പുതിയ പാർലമെന്റ് ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതായത് ഒരിക്കലും ഒരു ആവറേജ് ഹിന്ദു, ഞാനൊരു വളരെ ഫേം റിലീജിയസ് ബിലീവറാണ്, എന്നെപ്പോലെ ഒരു ആവറേജ് ഹിന്ദു ഒരിക്കലും ഒരു ഹിന്ദു മുഖമുള്ള സർക്കാർ, ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, പല നമ്മളോട് സംസാരിച്ച പല വ്യക്തികളും പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം കന്യാകുമാരിയിൽ വന്ന് കാണിച്ചതും അയോധ്യയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഒരു സാധാരണ ഹിന്ദുവിൽ നിന്ന് BJPയെ സത്യത്തിൽ അകറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണം ഇവിടെ കാണുന്നത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്ത ഒരു BJPക്കാരൻ ആയിട്ട് പോലും സുരേഷ് ഗോപി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ അവിടെ ജനങ്ങൾക്ക് നല്ല നേതാവിന് ആവശ്യമുണ്ട്. അവരെ മനസ്സിലാക്കുന്ന നേതാവ്, അവിടെ ഹിന്ദുത്വം അല്ലായിരുന്നു സുരേഷ് ഗോപിയുടെ മന്ത്രം അവിടെ. അപ്പോൾ അത് ഉണ്ട്. അപ്പം തിരിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് സിസ്റ്റത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആരൊക്കെയായിരുന്നു ജോണി ഒരു അവസാന ദിവസം വരെ 100-ആയി ജീവിക്കുന്ന ഒരു ടെററിസ്റ്റായിട്ട് ഇന്ത്യയെ പോലെ ഡെമോക്രാറ്റിക് ഒരു രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹം? തീർച്ചയായിട്ടും ആർക്കാണ് അതിന് ആഗ്രഹം ഉണ്ടാവുക? അവർക്കൊരു സാഹചര്യം പ്രതികരിക്കാൻ മറ്റ് വേദികളില്ല. കാശ്മീരിലെ ജനവിധി ഈ ഒരു ഘട്ടത്തിൽ BJP കൃത്യമായിട്ട് ഒരു പാഠം ഉൾക്കൊള്ളണം. ലഡാക്കിൽ തോറ്റു, ലഡാക്കിൽ BJP പരാജയപ്പെട്ടു. അപ്പം അതൊരു പാഠം ഉൾക്കൊള്ളുന്നു. അപ്പം ഏതൊരു യുവാവിനെ നമ്മൾ എടുത്താൽ, എത്ര തീവ്രമായി പ്രതികരിക്കുന്ന യുവാവാണെങ്കിലും ഒരു ഭീകരവാദത്തിലേക്ക് തിരിയുന്ന അവസ്ഥ, തനിക്ക് കിട്ടേണ്ട, തൻ്റെ സമൂഹത്തിന് കിട്ടേണ്ട, സമുദായത്തിന് കിട്ടേണ്ട നീതി
കേന്ദ്ര സർക്കാരിന് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് അത് ഉണ്ടാവുക. തീർച്ചയായും. അതിനൊരു മാറ്റം വരണം. നമ്മൾ ഒരു വലിയ തിരുത്തൽ പ്രക്രിയക്കാണ് ഇന്ത്യ തുടക്കം കൊടുത്തത്. അതൊരു ചെറിയ കാര്യമല്ല. അത് ഉത്തരവാദിത്വം എത്രമാത്രം ഘടകകക്ഷി ഉൾക്കൊള്ളുന്നു എന്നുള്ളതും പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നു എന്നതും മുന്നോട്ടുള്ള ഇന്ത്യ 2047 എന്നുള്ള ഡ്രീമിൽ 100-ാം വർഷം എത്തുമ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു തിരുത്തൽ അടുത്ത 2.5 പതിറ്റാണ്ടിൽ നടത്തേണ്ട തുടക്കം കുറിക്കുന്ന ആ ഒരു സെൻസിബിളായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്താൽ ഇതിൽ നല്ലൊരു കാര്യം ഇന്ത്യക്ക് സംഭവിക്കാനുള്ളൂ. നമ്മൾ ഈ രാജ്യത്തോടെ ഇന്ന് ഏറ്റവും വലിയ നീതിയായിരിക്കും 100-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള എല്ലാ റാങ്കിങ്ങിലും ലോകത്ത് ഒന്നായി നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറ്റാൻ സാധിക്കും. അത് നമ്മളൊരു പക്ഷേ ജേർണലിസ്റ്റിൽ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം.